നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം സങ്കടത്തിലാണ് വന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് സന്തോഷം കൂടുതലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഉമ്മ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമുക്കിവിടെ പണിക്കാരുള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഫുഡൊന്നും കൊടുക്കണ്ട, എന്നാലും ഇന്നാരെയും കണ്ടില്ല. അല്ലെങ്കിൽ മണ്ണാർക്കാട് വരുമ്പോൾ തുടങ്ങും ബേബിമാട് ഉമ്മ അല്ലേ പിടിച്ചത് മതി. പിന്നെ ഷിനാജ് രാത്രി പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, അപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് കുറച്ച് ദിവസത്തേക്ക് വരാൻ പറഞ്ഞതാണ്. വന്ന് ഡ്രസ്സൊക്കെ മാറി ഉടനെ തന്നെ ആൾ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ വൈകുന്നേരം ഫുഡൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് ചിക്കൻ കറിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് ബീഫ് മസാല തേച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അത് പൊരിക്കണം. പിന്നെ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. ഷിനാജിന് അങ്ങനെ ജ്യൂസൊന്നും വേണ്ടാത്തതുകൊണ്ട് നാരങ്ങ വെള്ളം കുറച്ച് കലക്കും. പുട്ട് പിന്നെ ബാങ്കൊക്കെ കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാട്ടോ ഉണ്ടാക്കിയത്, കാരണം ഇരുന്ന് തണുത്ത് പോകത്തില്ലേന്ന് ഓർത്തിട്ട്. പിന്നെ ചിക്കൻ കറിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഉമ്മയും കൂടെ വെറുതെ ഇവിടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മ ആണെങ്കിൽ കുറച്ച് ടയർഡായിരുന്നു, കാരണം രാവിലെ 8:30 അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 3:30-4 മണിയായപ്പോഴാണ് ഇവിടെ മണ്ണാർക്കാട് എത്തിയത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കൊറിയർ വന്നത്. അപ്പം തന്നെ പൊട്ടിച്ച് ഞാൻ വീഡിയോ എടുത്തോട്ടെ. ഇത് കുഞ്ഞുമക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. 2 വരുന്നത്. 2 കൂടെ നിസ്സാരമായ വിലയുള്ളൂ കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്, നല്ല അടിപൊളി ക്വാളിറ്റി ആണ്. എന്തായാലും ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ കസിൻ്റെ ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾ കഴുകിയിട്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതേ നോമ്പ് തുറന്ന് ഷിനാജ് ഫുഡ് കഴിക്കുകയാണ്. പള്ളിയിൽ പോയിട്ട് വന്നിട്ടോ കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പുട്ടും ചിക്കൻ കറിയും ഉണ്ട്, പിന്നെ ബീഫ് കുറച്ച് പൊരിച്ചതും ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. എന്തോ നല്ല വൈബായിരുന്നു കേട്ടോ മഴയത്തിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി കരണ്ട് പോകാൻ. കരണ്ട് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ ഭാഗ്യത്തിന് കരണ്ട് പോയില്ല കേട്ടോ.